ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ തിരുവചന ഭാഗം ഇതാണ്. സങ്കീർത്തനം 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ആമേൻ. ഈ 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ തുടങ്ങുന്നത് എങ്ങനെയാണ്? അവൻ ആരാണെന്ന് അറിയണമെങ്കിൽ അതിന് മുകളിലെ വാക്യം നമുക്ക് വായിച്ചാലേ അറിയുകയുള്ളൂ. 2-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തിൽ രാപകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ദൈവത്തിന്റെ വചനം സന്തോഷം തരുന്നതാണ്. അപ്പൊ വചനം ധ്യാനിക്കുന്നവൻ ഭാഗ്യവാന് എന്ന വചനം പറയുന്നത്. ഇതേ വചനഭാഗം തന്നെ നമുക്ക് യിരെമ്യാവിന്റെ പുസ്തകത്തിൽ വരുമ്പോൾ 17-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആമേൻ. ഇവിടെ പറയുകയാണ്, ആശ്രയമായാണ് യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നമ്മൾ എപ്പോഴും യഹോവയിൽ ആശ്രയിക്കും. എപ്പോഴാണ്? എല്ലാ സഹായവും കഴിഞ്ഞ്, അല്ലെ മാനുഷികമായിട്ടുള്ള എല്ലാ ചിന്തയും കഴിഞ്ഞ് അവിടെ നിന്നൊന്നും ഒരു സഹായം ലഭിക്കുന്നില്ല എന്ന് തോന്നുമ്പോഴാണ് നമ്മൾ യഹോവയിൽ ആശ്രയിക്കുന്നത്. എങ്കിൽ ഇവിടെ എന്താണ് ഊന്നി പറയുകയാണ്? യിരെമ്യാവിന്റെ 17-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ ഊന്നി പറയുകയാണ്, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ. ഹല്ലേലൂയ. വീണ്ടും ഊന്നി പറയണേ, യഹോവ തന്നെ ആശ്രയമായിരിക്കും. അപ്പൊ നമ്മുടെ ആശ്രയം എപ്പോഴും യഹോവ തന്നെ ആയിരിക്കണം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ പോലും എപ്പോഴും ദൈവവുമായിട്ടുള്ള ഒരു സാന്നിധ്യത്തിലായിരിക്കണം നമ്മൾ നടക്കേണ്ടത്. അങ്ങനെ നടക്കുമ്പോൾ, അങ്ങനെ ആശ്രയിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. തുടർന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട്, അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. വെള്ളത്തിനരികെ നട്ടിരിക്കുന്ന വൃക്ഷവും ആറ്റരികെ വേരൂന്നിരിക്കുന്നതുമായ വൃക്ഷം എന്താണ്? അവ ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയുമില്ല, അതിന്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചു കൊണ്ടിരിക്കും. ഹല്ലേലൂയ. ദൈവം ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ്. നമ്മളെ ഈ ലോകത്തിലാക്കിയിരിക്കുമ്പോൾ ഹല്ലേലൂയ ഉഷ്ണം തട്ടാതെയും, ഹല്ലേലൂയ ഉഷ്ണം തട്ടുമ്പോഴും അത് ഇല പച്ചയായിരിക്കുകയും വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കുന്ന വൃക്ഷം പോലെ നമ്മൾ ഓരോരുത്തരുമായി തീരണം. അങ്ങനെ ആവുമ്പോഴാണ് അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഹല്ലേലൂയ. അങ്ങനെയുള്ള ഒരു വ്യക്തി എന്താണ്? ആ ദൈവത്തിലെ വചനങ്ങൾ ധ്യാനിച്ചും ആ ദൈവത്തെ ആശ്രയിച്ചു തന്നെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഉദാഹരണങ്ങൾ ഒരു വാക്യം വായിക്കാം. ഉൽപ്പത്തി 39:3 അതിങ്ങനെയാണ് കാണുന്നത്: യഹോവ അവനോടുകൂടെ ഉണ്ടെന്നും. ആരോടുകൂടെ? യോസഫിനോടുകൂടെ. യഹോവ യോസഫിനോടുകൂടെ ഉണ്ടെന്നും യോസഫ് ചെയ്തതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നുവെന്നും യോസഫിനെ യജമാനൻ കണ്ടു. ഹല്ലേലൂയ. ആ ഒരു വിശ്വാസം നമ്മളിലേക്ക് വരണം. എങ്ങനെയാണ്? ഹല്ലേലൂയ. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നും നമ്മൾ ചെയ്യുന്നതൊക്കെ സാധിപ്പിക്കുന്ന ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളതെന്നുള്ള ഉറപ്പ് നമ്മളിലേക്ക് വരണം ആദ്യം. അത് കണ്ട് അനേകർ നമ്മുടെ ദൈവത്തെ ഹല്ലേലൂയ കൂടുതലായി അറിയുവാനും ആശ്രയിക്കുവാനും ഇടയാവും. അത് ഈ വചനം കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതുമായ ഇല വാടാത്തതുമായ വൃക്ഷം പോലെ നമ്മളായിത്തീരണം. അങ്ങനെയെങ്കിൽ നമ്മൾ ചെയ്യുന്നതൊക്കെയും നമ്മുടെ ദൈവം സാധിപ്പിക്കും. അങ്ങനെ ആകണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ദൈവത്തിന്റെ വചനം എന്താണ്? ധ്യാനിക്കുന്നവരായിത്തീരണം. ദൈവത്തിൽ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യരായി മാറണം. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ നമ്മൾ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. God bless you all.